ഞാൻ ഇന്നുള്ളത് കൊടൈക്കനാലിലാണ്. 1845 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചൊരു ചെറു പട്ടണമാണ് കൊടൈക്കനാൽ. ഇന്ത്യയിലെ ചൂട് കാലാവസ്ഥയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിന്റെ കാലാവസ്ഥയുള്ളൊരു പ്രദേശം അന്വേഷിച്ച് നടന്നപ്പോൾ അവർ അവസാനം എത്തിപ്പെടുന്നത് കൊടൈക്കനാലിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോക്കസ് വാക്കിലാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് 70 കിലോമീറ്റർ ദൂരമുള്ള മധുരൈ ടൗൺ, പെരിയകുളം, പിന്നെ വൈഗ ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ടെലിസ്കോപ്പിക് വ്യൂ പോയിന്റ് ആണ്. ഇന്ന് ഒത്തിരി മേഘാവൃതമായതുകൊണ്ട് ഇത് അടച്ചിട്ടേക്കുവാണ്. ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്, ഭയങ്കര ക്ലൗഡിയാണ്. നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. 1925 കാലഘട്ടത്തിൽ കോക്കർ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് അധികാരിയാണ് ഈ പ്രദേശം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നത് കൊടൈക്കനാലിന്റെ ചില ഭാഗങ്ങളാണ്. പക്ഷെ നമുക്ക് ക്ലൗഡ് ഇല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇത് വേറൊരു ടെലിസ്കോപ്പിക് വ്യൂ പോയിന്റ് ആണ്. നമ്മൾ ഇവിടുത്തെ ബൈനാക്കുലർ ഉപയോഗിച്ച് നോക്കി, പക്ഷെ ഒരു നഷ്ടക്കച്ചവടമാണ്, ഒന്നിനും കൊള്ളില്ല ബൈനാക്കുലർ. നമ്മൾ കോക്കർസ് വാക്കിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഇപ്പം കൊടൈക്കനാൽ ഭാഗത്തുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും അടുത്തടുത്താണുള്ളത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും തന്നെ ഇല്ല. ബൈക്കാകട്ടെ, ഓല, ഊബർ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടില്ല. നമുക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ടാക്സികളൊക്കെയാണ്. ഇപ്പം നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് ടാക്സി അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഏകദേശം കൊടൈക്കനാൽ ടൗണിന്റെ ഒരു 15-20 കിലോമീറ്റർ റേഡിയസിലാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഉള്ളത്. കൊടൈക്കനാൽ ടൗൺ വന്നിട്ട് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1300 മീറ്റർ ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ് എപ്പോഴും. നമ്മളിപ്പോൾ ഉള്ളത് മോയർ പോയിന്റിലാണ്. സർ തോമസ് മോയർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം 1929 കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് ഒരു റോഡ് പണി തുടങ്ങി. അതിന് ഗോഷ്യ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എക്സാക്ട് ഈ പ്ലേസിൽ നിന്നാണ് റോഡ് പണി തുടങ്ങുന്നത്. സോ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പോയിന്റിന് മോയർ പോയിന്റ് എന്ന് പേരുള്ളത്. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കൊടൈക്കനാലിലെ. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് പൈൻ ഫോറസ്റ്റ്. ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാരൊരു പ്ലാന്റേഷൻ പോലെ തുടങ്ങിയതാണ്. കാരണം ഈ തണുപ്പ് കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ വുഡൻ കോട്ടേജസ് ആണ് അധികം പണിയുന്നത്. സോ അതിന് ടിമ്പറിന്റെ ആവശ്യമുണ്ട്, പലകകളുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഇവർ തുടങ്ങിയതാണ് പൈൻ ഫോറസ്റ്റ്. പിന്നീട് ഈ പ്രദേശം വന്നിട്ടൊരു മൂവി ലൊക്കേഷൻസ് ആയിട്ട് മാറി. നമ്മുടെ മിക്ക മലയാള സിനിമകളും തമിഴ് സിനിമകളും ബോളിവുഡ് സിനിമകളും ഒക്കെ ഒത്തിരി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ അടുത്തായിട്ട് പോകുന്ന അത്യാവശ്യം ചീത്തപ്പേരുള്ള ഒരു സ്ഥലമാണ്. ഒരു പ്രേതകഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലം. பேய்கள் சமையல் பண்ணி டான்ஸ் ஆடி இருக்காங்க. அதாவது வெள்ளைக்காரவங்க பார்த்துருக்காங்க. 1990 குணா ஷூட்டிங் ஆச்சு. அதுக்கப்புறம் குணா கேவ்னு பேரு. ഇതാണ് ഗുണ കേവ്സ് അഥവാ ഡെവിൽസ് കിച്ചൺ. പണ്ടുകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ കഥകളുള്ളത്. ഈ ഗുണ കേവ്സിന്റെ അടികളിൽ ഫുള്ള് ഗുഹകളാണ്, കേവ്സ് ആണ്. ഇപ്പം നമ്മൾ ഈ നടക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഫുള്ള് കേവ്സ് ആണ്. ഇതിന് പല പല എൻട്രൻസുകളുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. പിന്നീടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേരുകളാണ്. ഇത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്രദേശമാണിത്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലങ്ങളുടെ അടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആയ കേവ്സ് ഉണ്ട്. ഇതൊരു എൻട്രൻസ് ആണ്. ഇവിടെ വളരെ അപകടങ്ങൾ സംഭവിച്ചിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് എല്ലാ ഭാഗവും ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. ഇങ്ങനെ ഗ്രിൽസ് ഒക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ഗുഹകളാണുള്ളത്. 90 കാലഘട്ടത്തിൽ ഇവിടെ കമൽഹാസന്റെ ഒരു മൂവി ഷൂട്ട് ചെയ്ത്, ഗുണ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതിൽ പാട്ട് വളരെ ഫേമസ് ആണ്. ആ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് പിന്നീട് ഇതിന് ഗുണ കേവ്സ് എന്നുള്ള ഒരു പേര് വന്നു. ഡെവിൽസ് കിച്ചൺ എന്നുള്ള ആ പഴയ ഒരു പേര് ഇവിടെ നിന്ന് മാറിക്കിട്ടി. ഇപ്പം ഇത് ഗുണ കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 13-14 പേര് ഇവിടെ പല അപകടങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റും വേലിയൊക്കെ പണിതിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. വേറെ ഗുണ കേവ്സിന്റെ അടുത്തൊന്നും പോകാൻ സാധിക്കില്ല. ഇതാണ് ഗുണ മൂവി ഷൂട്ട് ചെയ്ത ആ കേവ്. സോ നമുക്ക് മേലെ നിന്ന് കാണാൻ സാധിക്കുമോ നോക്കാം. ചെറുതായിട്ട് കാണാം. പണ്ടൊക്കെ അവിടെ താഴെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഒത്തിരി അപകടങ്ങൾ സംഭവിച്ച ശേഷം താഴേക്കുള്ള പ്രവേശനം നിർത്തിയേക്കുവാണ്. ഇപ്പം ഈ മേലെ നിന്നൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ.
ഇപ്പം ടൂറിസ്റ്റ് ഗൈഡുകൾ തന്നെ ആകട്ടെ, ഇവിടെയുള്ള ആൾക്കാരാകട്ടെ, ഇപ്പോഴും ആ പഴയ പ്രേതകഥകളൊക്കെ പറയാനാണ് അവർക്ക് താല്പര്യം. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അതുകൂടാണ്ട് ഇവിടെയുള്ള മരങ്ങളുടെ വേരുകളൊക്കെ പുറത്തൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും, ഡിസൈൻ പോലെ. അതുകൊണ്ട് ഇതൊരു ഇൻസ്റ്റാഗ്രാം റീൽസ് കൂടുതൽ ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. നമ്മൾ ഗുണാക്കേവിൻ്റെ കാഴ്ചകൾ, ഒട്ടുമിക്ക കാഴ്ചകളിലേക്ക് പോയി. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നൊരു ഇട ദിവസമാണ്. ഇവിടുത്തെ നമ്മുടെ ഒപ്പം വന്ന ഡ്രൈവർ പറഞ്ഞ് ഇന്ന് ടൂറിസ്റ്റുകൾ കുറവാണ്. ബട്ട് ഇട ദിവസങ്ങളിൽ പോലും ഇത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അതുകൂടാണ്ട് ഇവിടെയുള്ള വേറൊരു പ്രശ്നം, നമ്മൾ ബൈക്കിലോ വല്ലതും വരുമ്പം നമ്മുടെ ബാഗോ കാര്യങ്ങളും ബൈക്കിൽ സൂക്ഷിക്കില്ല. കുരങ്ങിന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ബാഗൊക്കെ തന്നെ ഓപ്പൺ ചെയ്ത്, ബൈക്കിന്റെ ബാഗൊക്കെ ഓപ്പൺ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവുകയും പുറത്തിടുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോഴും ഉള്ളത് കൊടൈക്കനാലിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ്. ഈ പ്രദേശങ്ങളൊക്കെ വന്നിട്ട് അടുത്താണ്. ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസങ്ങളിലൊക്കെ ഉള്ളൂ. നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന സമയമായി, നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇതൊരു ഗോൾഫ് കോഴ്സാണ് ഇവിടുത്തെ. കൊടൈക്കനാലിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ചോക്ലേറ്റ് ഫാക്ടറീസ് ഉണ്ട്. സോ ഇതേക്കൂട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറഞ്ഞ വിലയിൽ ചോക്ലേറ്റ് ഒക്കെ മേടിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ചോക്ലേറ്റൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ അന്വേഷിച്ച് നല്ല കട കണ്ടെത്തിയിട്ട് മേടിക്കേണ്ടി വരും. എല്ലാ സ്ഥലത്തും നല്ല സാധനങ്ങളൊന്നും കിട്ടില്ല എന്ന് വരും. மேல்பேட்டில் அந்த கொத்தமல்லி மாதிரி இருக்குங்க, அதில் கேரட்டு. கேரட் அது வந்து ஆமாம். இந்த மரம் பூரா பேரிக்காய் மரம். பேரிக்காய்னு சொன்னா பேரிக்காய் அதாவது ஆப்பிள் மாதிரி இருக்கும்ல, ஓகே ஓகே, பச்சை கலரில். ஓகே, ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ ഇപ്പോൾ வந்து സീസൺ கிடையாது. നമ്മളിപ്പോൾ ഉള്ളത് വട്ടക്കനാലാണ്. വട്ടക്കനാലിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത്. സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഇസ്രേലികളാണ്. അവർ വന്ന് ഏകദേശം ഒരു 3-4 മാസമൊക്കെ ഇവിടെ തന്നെ താമസിക്കും. നല്ലൊരു പ്രദേശമാണ് ഈ വട്ടക്കനാൽ ഭാഗം. നമ്മളിപ്പോൾ തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കാണ് യഥാർത്ഥത്തിൽ കൊടൈക്കനാലിൻ്റെ ലാൻഡ്മാർക്ക്. ഇതൊരു 200 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കൊടൈക്കനാലിലേക്ക് തിരിച്ചെത്തി. കൊടൈക്കനാലിൻ്റെ ലാൻഡ്മാർക്കാണ് ഈ കൊടൈക്കനാൽ ലേക്ക്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ബോട്ടിംഗ് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ബോട്ടിലേക്ക് പോവുകയാണ്. നല്ല കാലാവസ്ഥയാണ്. ഇപ്പം ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ബോട്ടിന് 2 പേരുടെ ബോട്ടിന് 150 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ വിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ തീരെ കുറവാണ് ഇവിടെ. ബോട്ടിൽ തന്നെ പലവിധമുണ്ട്. 2 പേർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, 4 പേർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, 6 പേർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. അത് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട് പൂണ്ടി. പൂണ്ടി ഭാഗങ്ങളിലൊക്കെ അങ്ങനെ സാധാരണയായിട്ട് എല്ലാ ടൂറിസ്റ്റുകളും പോകാറില്ല. സ്വല്പം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പൂണ്ടി ഭാഗത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കാണ് നമുക്ക് മന്നവനൂർ ലേക്കും പിന്നെ പൂമ്പാറ എന്നൊക്കെ പറഞ്ഞ അതിമനോഹരമായ ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടൊക്കെ ഉള്ളത്. ഇതാണ് പൂമ്പാറ. നമ്മൾ ഗൂഗിളിൽ കൊടൈക്കനാലിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു ഇമേജാണ് ഈ പൂമ്പാറ. ഈ വീവാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ക്ലാസിക്കലായിട്ടുള്ള ഒരു വീവ്. പൂമ്പാറ ഗ്രാമമാണിത്. ഇത് നമ്മൾ പൂണ്ടിക്ക് പോകുന്ന വഴി തന്നെ ഉള്ളൊരു പ്രദേശമാണ്. ഇത് മന്നവനൂർ ലേക്കാണ്. അതിമനോഹരമായ സ്ഥലമാണ്. നമ്മൾ ഈ പൂണ്ടി ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കുള്ള പ്രത്യേകത, നമ്മൾ കൊടൈക്കനാലിൽ കണ്ടത്രയും തിരക്കൊന്നും കാണില്ല ഇവിടെ. ഇവിടെയാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങൾ കൂടുതലാണ് ഈ ഭാഗത്ത്. കർഷകരൊക്കെ കൂടുതലുള്ള സ്ഥലവും കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെയാണ്. ഇത് മന്നവനൂർ ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായ പ്രദേശമാണ്. കൊടൈക്കനാലിൽ വന്നാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് മന്നവനൂർ ലേക്ക്.
எண்டிங்ல லாஸ்ட்ல போய் ஒரு எல்லோ ரோப் வரும். இந்த கையை விட்டு அந்த எல்லோ ரோப் பிடிச்சிக்கோங்க. சரிங்களா? அவங்க பிடிச்சி எடுத்துக்கிறவங்க. சரிங்களா? இந்த 2 ரோப்பும் தொடவே கூடாது. சரிங்களா? எண்டிங்ல அந்த எல்லோ ரோப் மட்டும் போய் பிடிச்சிக்கோங்க. சரி, காலை 2 ஸ்ட்ரெயிட்டா நீட்டிக்கோங்க. கீழே டவுன் பண்ணாதீங்க. சரிங்களா? ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നല്ല പേടിയാകും അതിൽ വരുമ്പം. പിന്നെ ഒരു കയ്യിൽ ക്യാമറയും കൂടി പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് എത്തിയത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുന്നിന്റെ മേലെ നിന്ന് താഴേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ഏകദേശം 1 കിലോമീറ്റർ ആകും. കാടിന്റെ ഉള്ളിൽ കൂടെ പോകണം. ഒറ്റ മനുഷ്യക്കുഞ്ഞില്ല ഈ ഭാഗത്ത് ഇപ്പം. പക്ഷെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ലേക്ക് കാണാൻ തന്നെ. നല്ല കാലാവസ്ഥയാണ് ഇപ്പം. നല്ല കോടയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ഇവിടെ. മനോനൂരിലേക്ക് മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഓഫ് ബീറ്റ് പ്ലേസ് ആണ്. അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയമെടുത്ത് റിലാക്സ് ആയിട്ട് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂണ്ടി ഭാഗത്ത് അങ്ങനെ അധികം കാഴ്ചകളൊന്നുമില്ല. അത് ഗ്രാമങ്ങളാണ് പൂണ്ടി ഭാഗത്തുള്ളത്. പൂണ്ടിയിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ട്രെക്കിങ് പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൂടാണ്ട് അവിടെ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ഗ്രീൻ ആപ്പിളും ക്യാരറ്റും അങ്ങനെ കൃഷി ചെയ്യുന്ന കർഷകരാണ്. നല്ല തണുപ്പാണ്. കൊടൈക്കനാലിനെ അപേക്ഷിച്ച് പൂണ്ടിയിലാണ് തണുപ്പ് കൂടുതലുള്ളത്. പൂണ്ടിയിൽ പിന്നെ താമസിക്കാൻ ടെൻറ്റ് സ്റ്റേയും ഹോം സ്റ്റേയും ഒക്കെയാണുള്ളത്. ചെറിയ ചെറിയ താമസ സൗകര്യമാണ് അവൈലബിൾ ഉള്ളത്. ആവറേജ് താമസ സൗകര്യമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പൂണ്ടിയിലെത്തി. പൂണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡാം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതാണ് ഇവിടുത്തെ കാണാൻ പറ്റാവുന്ന ഒരേ ഒരു സ്ഥലം അടുത്തുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് കുറേ ട്രക്ക് ചെയ്ത് പോകേണ്ടി വരും. ഏതായാലും ട്രക്കിങ്ങിൻ്റെ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം 2 കിലോമീറ്റർ നടന്ന് നമ്മൾ എത്തിപ്പെട്ടത് ഈ സ്ഥലത്താണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ. ഒന്നാമത്തെ പ്രത്യേകത ഇവിടെ പൂണ്ടി ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടൈക്കനാലിലെ തിരക്കോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല റിലാക്സ് ആയിട്ട് നടന്ന് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. പൂണ്ടിയിൽ അങ്ങനെ അധികം കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ പ്രകൃതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ടു നടക്കാം. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് പൂണ്ടി. ഇവരൊരു 4 പേര് നമ്മുടെ ഒപ്പം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, പുള്ളിയുടെ ലോകത്താണ്. അപ്പം നമ്മുടെ കൊടൈക്കനാൽ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ. Thank you.